ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വെർബിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകളുള്ള വെർബായ വെർബ് ബിയുടെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേസ് ഫോമിൽ ഈ 4 ഫോംസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബേസ് ഫോമിൽ ബിയുടെ അർത്ഥം ആയിരിക്കുക, അവസ്ഥയെ കാണിക്കാൻ. അവന് സന്തോഷമാണ്, അവനൊരു അധ്യാപകനാണ്, അവൻ്റെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ സാന്നിധ്യം, അവൻ എവിടെയുണ്ട്, ഞാൻ വീട്ടിലുണ്ട്, അവർ ഗ്രൗണ്ടിലുണ്ട്, സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ ആയിരിക്കുക എന്നുള്ള അവസ്ഥയെ കാണിക്കുന്ന അർത്ഥമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ഫോമില് ഈ വെർബിന് 3 രൂപങ്ങളുണ്ട്: ആം, ഈസ്, ആർ. നമ്മൾ കാണുകയുണ്ടായി ഇംഗ്ലീഷ് ഭാഷയിൽ വേറെ ഒരു വെർബിനും പ്രസന്റ് ഫോമിൽ 3 എണ്ണമില്ല, 2 എണ്ണേ ഉള്ളൂ. സിംഗുലറും പ്ലൂറലും ഉണ്ട്, അല്ലേ? കം, കംസ്, ഗോ, ഗോസ്, ഈറ്റ്, ഈറ്റ്സ്, ഡ്രിങ്ക്, ഡ്രിങ്ക്സ്, അങ്ങനെയുള്ളൂ. പക്ഷെ ഇതില് 3 എണ്ണം. ആം എന്നുള്ളത് ഇവിടെ ഉണ്ട്. ആം നമ്മൾ കണ്ടു, ഐക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഈസ് സിംഗുലർ ആണ്, ആറ് പ്ലൂറലാണ്. ഈസിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലെ നിയമം നമ്മൾ ഓർക്കണം: സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബും പ്ലൂറലായിരിക്കണം. മലയാളത്തിൽ ആ നിയമമില്ല. നമ്മൾ നോക്കിയാൽ മതി, എല്ലാ വാചകത്തിലും വെർബ് ഒരേപോലെ ഇരിക്കും. സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറലൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ 3 വാചകങ്ങൾ കണ്ടു. അവൻ സന്തോഷവാനാണ്, ഹി ഈസ് ഹാപ്പി. രണ്ടാമത്തെ വാചകം അതിന്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുന്ന? ഈസ് കൊണ്ടൊന്ന് മുമ്പിലിടുന്നു. ഇവിടെ നമ്മൾ മുറിക്കൊന്നുമില്ല. വേറെ ചില സ്ഥലങ്ങളിലൊക്കെ മുറിച്ചായിട്ട് നമ്മൾ കണ്ടു പഴയ ക്ലാസ്സിൽ. ഇവിടെ അതൊന്നുമില്ല. ഈസ് അതേപടി മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ട ക്വസ്റ്റ്യൻ ആയി. ഈസ് ഹി ഹാപ്പി? ഈസ് ഹി ഹാപ്പി? അവൻ സന്തോഷവാനാണോ, അല്ലെങ്കിൽ അവന് സന്തോഷമാണോ? ഞാൻ നെഗറ്റീവ് ഉണ്ട്, ഹീസ് നോട്ട് ഹാപ്പി, അല്ലെ ഹി ഇസിന്റ് ഹാപ്പി എന്നും പറയാം. 2 ഉപയോഗിക്കാറുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഹീസ് നോട്ട് ഹാപ്പി, അവൻ സന്തോഷവാനല്ല. ഇവിടെ ആ നോട്ട് വെറുതെ ഈസിന്റെ കൂടി ചേർത്താൽ മതി, അതൊന്നും ചെയ്യണം. ഈസ് നോട്ട് ഹാപ്പി. ഇനി ഇന്ന് കാണുന്നത് അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഈസിന്റ്. ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഈസിന്റ്. ആ ഈസിന്റ് മുമ്പിൽ കൊണ്ടുവന്നിട്ടാല് ക്വസ്റ്റ്യൻ ആയി. അതാണ് നമ്മളിവിടെ കാണുന്നത്, ഈസിന്റ്. ഈസിന്റ് എന്ന് വെച്ചാല് ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം. ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കുള്ളൂ: ഈസ് ഇൻ ഹി ഹാപ്പി? ഈസ് ഇൻ ഹി ഹാപ്പി? ഈസ് ഇൻ ഹി ഹാപ്പി? അവൻ സന്തോഷവാനല്ലേ? ഈസ് ഇൻ ഹി സ്മാർട്ട്? അവൻ സ്മാർട്ട് അല്ലേ? ഈസ് ഇൻ ഹി ടയേർഡ്? അവൻ ക്ഷീണിതനല്ലേ? ഈസ് ഇൻ ഹി എഫിഷ്യൻ? ഈസ് ഇൻ ഹി എഫിഷ്യൻ? അവൻ കാര്യക്ഷമതയുള്ളവനല്ലേ? അല്ലെങ്കിൽ ഇത് വെച്ചൊക്കെ ഉപയോഗിക്കും. ഈസ് ഇൻ ഹി സാഡ്? അവൻ ദുഃഖിതനല്ലേ? അല്ലെങ്കിൽ അവന് സങ്കടമില്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കും. ഈസ് ഇൻ ഷി ഹാപ്പി? അവൾ സന്തോഷവതിയല്ലേ, അല്ലെങ്കിൽ അവൾക്ക് സന്തോഷമില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇൻ ഷി സ്മാർട്ട്? അവൾ സ്മാർട്ട് അല്ലേ? ഈസ് ഇൻ ഷി ടയേർഡ്? അവൾ ക്ഷീണിതയല്ലേ? ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇത് വെച്ചാൽ ഇനി ഈസ് ഇൻ രാജു? നമ്മൾ അങ്ങനെയൊന്നും സാധാരണ പറയാറില്ല. നേരത്തെ കണ്ടുകൊണ്ട് ഞാൻ അത് കൂട്ടി എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ഈ രാജുവിന് വരെ ഹി വയ്ക്കും, സീതയ്ക്കാണെങ്കിൽ ഷീ വയ്ക്കും. ഓക്കെ, ഈസ് ഇൻ രാജു ഹാപ്പി? ചോദിക്കാം, പക്ഷെ അതിന് പകരം നമ്മൾ ഹിയോ ഷിയോ വെച്ച് പറയുള്ളൂ. ഓക്കെ, അത് ഇതിൽ 2 ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് പോകാം. ഈസ് ഇൻ ഹി എ ടീച്ചർ? ഈസ് ഇൻ ഹി എ ടീച്ചർ? അവനൊരു അധ്യാപകനല്ലേ? ഈസ് ഇൻ ഹി എ സ്റ്റുഡന്റ്? അവനൊരു വിദ്യാർത്ഥിയല്ലേ? ഈസ് ഇൻ ഷി എ ടീച്ചർ? അവളൊരു ടീച്ചർ അല്ലേ? ഈസ് ഇൻ ഷി എ സ്റ്റുഡന്റ്? അവളൊരു വിദ്യാർത്ഥിയല്ലേ? രാജു വെച്ച് പറയാം: ഈസ് ഇൻ രാജു എ ടീച്ചർ? രാജു ഒരു ടീച്ചർ. ഈസ് ഇൻ രാജു എ ടീച്ചർ? രാജു ഒരു ടീച്ചർ അല്ലേ? ഈസ് ഇൻ രാജു എ സ്റ്റുഡന്റ്? രാജു ഒരു വിദ്യാർത്ഥിയല്ലേ? പക്ഷെ നമ്മളെ സാധാരണ അതിന് വരെ ഹി വയ്ക്കുള്ളൂ. എങ്കിലും നമുക്ക് അങ്ങനെ പറയാം: ഈസ് ഇൻ മൈ ഫ്രണ്ട് എ ടീച്ചർ? എന്റെ ഫ്രണ്ട് ഒരു ടീച്ചർ അല്ലേ? ഈസ് ഇൻ മൈ ഫ്രണ്ട് എ സ്റ്റുഡന്റ്? എന്റെ ഫ്രണ്ട് ഒരു സ്റ്റുഡന്റ് അല്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഈസ് ഇൻ ഹി ഹെർ ബ്രദർ? ഈസ് ഇൻ ഹി ഹെർ ബ്രദർ? ഈസ് ഇൻ ഹി ഹെർ ബ്രദർ? അവൻ അവളുടെ ബ്രദർ അല്ലേ? ഈസ് ഇൻ ഹി ദെയർ ഫ്രണ്ട്? ഈസ് ഇൻ ഹി ദെയർ ഫ്രണ്ട്? അവൻ അവരുടെ ഫ്രണ്ട് അല്ലേ? ഈസ് ഇൻ ഷി ഹെർ ബ്രദർ? അതൊക്കെ പറയാൻ പറ്റില്ല. ഈസ് ഇൻ ഷി ഹിസ് സിസ്റ്റർ? 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 അവൾ അവന്റെ സിസ്റ്റർ അല്ലേ? ഈസ് ഇൻ ഷി ദെയർ ഫ്രണ്ട്? അവൾ അവരുടെ ഫ്രണ്ട് അല്ലേ? ഈസ് ഇൻ രാജു ഹെർ ബ്രദർ? ഈസ് ഇൻ രാജു ഹെർ ബ്രദർ? രാജു അവളുടെ ബ്രദർ അല്ലേ? ഈസ് ഇൻ രാജു ദെയർ ഫ്രണ്ട്? രാജു അവളുടെ ഫ്രണ്ട് അല്ലേ? ഈസ് ഇൻ മൈ ഫ്രണ്ട് എ ബ്രദർ? ഈസ് ഇൻ മൈ ഫ്രണ്ട് എ ബ്രദർ? എന്റെ ഫ്രണ്ട് അവളുടെ ബ്രദർ അല്ലേ? ഈസ് ഇൻ മൈ ഫ്രണ്ട് ദെയർ ഫ്രണ്ട്? അത് വളരെ വാചകമല്ല, അല്ലേ? അപ്പൊ നമ്മൾ
വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അർത്ഥമുള്ളതായിരിക്കണം, കേൾക്കാൻ സുഖകരമായിട്ടുള്ള വാചകങ്ങളായിരിക്കണേ. അപ്പൊ നമ്മൾ ഈസിന്റെ ഉപയോഗം കാണുകയായിരുന്നു. 4 വാചകങ്ങൾ കണ്ടു. സിംഗുലറിന്റെ കൂടെയാണ് ഈസ് ഉപയോഗിക്കുന്നത്. ആകുന്നു, നമ്മൾ മലയാളത്തിൽ ആണെന്നൊക്കെ പറയുള്ളൂ, അർത്ഥമാണ്. ഈസ് ഹാപ്പി, അവൻ സന്തോഷവാനാണ്. ചോദ്യം, ഈസ് ഹി ഹാപ്പി, അവൻ സന്തോഷവാനാണോ? നെഗറ്റീവ്, ഈസ് ഇൻ ഹാപ്പി ഓർ ഈസ് നോട്ട് ഹാപ്പി, അവൻ സന്തോഷവാനല്ല. ഇന്ന് കണ്ടത് ലാസ്റ്റ് വൺ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഈസ് ഇൻ ഹി ഹാപ്പി, അവൻ സന്തോഷവാനല്ലേ? ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓരോ വാചകവും ഉണ്ടാക്കി ആദ്യം മലയാളം, അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആൾ പറയണം. 10 പ്രാവശ്യമെങ്കിലും പറയണം ഓരോ വാചകം. അരമണിക്കൂറിലും മണിക്കൂറിലും പ്രാക്ടീസ് ചെയ്യുക. ഈ വെർബിന്റെ ലിസ്റ്റ് അതും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണം ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും.
അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്, ഒരു വെർബ് ബി ഒഴിച്ച്. നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം കാണുക, പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. ലൈ, ലേ, ലെയിൻ, സീ, സോ, സീൻ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ, wear, wore, worn, ride, rode, ridden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cost, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted എന്നും കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൾട്ടിപ്ലൈ, മൾട്ടിപ്ലൈഡ്, മൾട്ടിപ്ലൈഡ്. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.